നമസ്കാരം. ഞാൻ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ആരോഗ്യ ഇൻഷുറൻസ് ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ആരോഗ്യ ഇൻഷുറൻസിലൂടെ അടിയന്തരമായ മെഡിക്കൽ സഹായങ്ങൾ എളുപ്പത്തിൽ എത്തിക്കാനും ഉയർന്ന ചിലവുകൾ ബാധ്യതകൾ ഒഴിവാക്കാനും സാധിക്കും. മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ മികച്ച മെഡിക്കൽ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ആരോഗ്യ ഇൻഷുറൻസ് പോളിസി മികച്ച ആശുപത്രി സൗകര്യങ്ങൾ, മെഡിക്കൽ സേവനങ്ങൾ, മരുന്നുകൾ എന്നിവ ലഭ്യമാക്കാനുള്ളതാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ആകസ്മികമായ ഹെൽത്ത് പ്രോബ്ലംസ്, അത്യാവശ്യ ചികിത്സകൾക്ക് തൊട്ടടുത്ത് തന്നെ വളരെ മെച്ചപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കുക എന്നിവയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വ്യത്യസ്ത തരമായ പോളിസികൾ ആരോഗ്യ ഇൻഷുറൻസിലുണ്ട്. സിംഗിൾ പ്ലാൻസ് ഉണ്ട്, അതായത് വ്യക്തിഗത ഇൻഷുറൻസ് പോളിസികൾ, പിന്നെ ഫാമിലി ഫ്ലോട്ടർ പോളിസികൾ, അതായത് കുടുംബസമേതം എടുക്കാൻ പറ്റുന്ന പോളിസികൾ, പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് സീനിയർ സിറ്റിസൺ പ്ലാൻസ്, അതായത് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള പോളിസികൾ. ഇനി ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. സാമ്പത്തികമായ ഒരു ആത്മവിശ്വാസം നമുക്ക് നൽകാനായിട്ട് ഈ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ നമ്മളെ സഹായിക്കുന്നതാണ്. ഉയർന്ന മെഡിക്കൽ ചിലവുകൾ, ആശുപത്രി ബില്ലുകൾ എന്നിവയ്ക്ക് നമുക്കൊരു സാമ്പത്തികമായ ഒരു ഉറപ്പ്, ഒരു സെക്യൂരിറ്റി അവിടെ ഉണ്ടാക്കും. അതുപോലെ ഒരു ആത്മവിശ്വാസം നൽകും. ആരോഗ്യമുള്ള ജീവിതം നയിക്കാൻ ഈ ആത്മവിശ്വാസം, ഈ സെക്യൂരിറ്റി നമുക്ക് സഹായകമാവും. പോളിസികളെ കുറിച്ചുള്ള ഒരു വിശകലനം നമ്മൾ ചെയ്യണം. അതായത് പോളിസികൾക്ക് എത്ര കവറേജ് ആണ് അതിനുള്ളത്, അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന ഡിസീസ് ഏതൊക്കെയാണ്, അതിൽ എത്ര രൂപ വെച്ച് നമുക്ക് ഓരോ കാര്യത്തിനും ലഭിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രീമിയം എത്രയായിരിക്കും, ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പരിശോധിച്ച് അതിൻ്റെ ബെനിഫിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കി നമുക്ക് അനുയോജ്യമായത് നമ്മൾ തിരഞ്ഞെടുക്കണം. ചില ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഏറ്റവും ചെറിയ പ്രീമിയത്തിൽ എന്ന് പറഞ്ഞിട്ട് ചെറിയ പോളിസികൾ എടുക്കാറുണ്ട്. പക്ഷെ അത്തരം ഒരു കാര്യത്തിൽ ഒരു മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്താണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോകുന്നത്. കാരണം ഏറ്റവും ചെറിയ പ്രീമിയം എന്ന രീതിയിൽ മാത്രം നോക്കി നമ്മൾ പോളിസിയുടെ ബെനിഫിറ്റോ അല്ലെങ്കിൽ അതിൽ കിട്ടാൻ പോകുന്ന ഫെസിലിറ്റീസോ നോക്കാതെ പോളിസി എടുത്തു വച്ചിട്ട് ഒരു മെഡിക്കൽ എമർജൻസി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നമ്മൾ ആ ഒരു ക്ലെയിം കൊടുക്കുന്ന സമയത്തായിരിക്കും ഈ പോളിസിയിൽ ഇത്ര എമൗണ്ട് വരെ ഇതിന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ചിലതിന് എക്സ്ക്ലൂഡഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഭീമമായ ഒരു തുക കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നമുക്കൊരു ആരോഗ്യ പ്രശ്നമുള്ളതിൻ്റെ ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടി സാമ്പത്തികമായ ബുദ്ധിമുട്ടും കൂടി നമുക്കുണ്ടാവുന്ന അത് നമ്മളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ അതിൻ്റെ കവറേജ്, അതിൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, പ്രീമിയം എന്താണ്, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം അത് അനുയോജ്യമായ പോളിസികൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഏറ്റവും അനുയോജ്യമായ പോളിസി തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും തന്നെ ഇതുപോലെ തന്നെ നമ്മളുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സുരക്ഷിതവും മനസ്സമാധാനവുമുള്ള ജീവിതത്തിന് ആരോഗ്യ ഇൻഷുറൻസ് എത്രത്തോളം പ്രാധാന്യമാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. കൂടുതൽ വിവരങ്ങൾക്കും അനുയോജ്യമായ പോളിസി തിരഞ്ഞെടുക്കുന്നതിന് ഞങ്ങളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം. നിങ്ങളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ എപ്പോഴും ഉണ്ട്. അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.